ഓക്കെ, ഈ നായികയായ കൃഷ്ണേന്ദുവിന് ഫസ്റ്റ് മൂവിയാണോ ഇത്, അതോ എങ്ങനെയാണ്? ഫസ്റ്റ് മൂവിയാണ്. അതിനു മുമ്പ് ചെറിയ റോളിൽ 2 പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മൂവിയിലോട്ട് വന്നതും? ക്യാരക്ടറിന്റെ പേര് ഷൈനി. സോ മൂവിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാം. മൂവിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്ത് സെലക്ട് ചെയ്തതാണ്. പിന്നെ ശ്രീചേട്ടന്റെ നായികയായിട്ടാണ്. അപ്പം ഇതേപോലെ ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഇതേപോലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ നായിക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. സോ എങ്ങനെയായിരുന്നു ശ്രീചേട്ടൻ? സത്യം ശ്രീചേട്ടൻ എങ്ങനെയായിരുന്നു? ശ്രീചേട്ടൻ ആ ലുക്കിൽ തന്നെ അല്ല സെറ്റില് ഐ മീൻ തെറ്റിക്കാറുണ്ടോ ടേക്കിലൊക്കെ? അപ്പം ടേക്കിൽ തെറ്റിക്കാറുമ്പോ എന്തായിരുന്നു അവസ്ഥ? നമ്മള് ടേക്കില് തെറ്റുമ്പോ ശ്രീചേട്ടൻ വഴക്ക് പറയാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്, നന്നായിട്ട് പറഞ്ഞു തരാറൊക്കെയുണ്ട്. നമ്മളിപ്പോ കോമ്പിനേഷൻ പരിപാടികളൊക്കെ ചെയ്യുമ്പോ ആരാണെങ്കിലും ഇപ്പൊ നായിക ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇവർ തമ്മിലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യും. നമ്മളൊരു ജീവൻ കൊടുക്കല്ലോ, ഒരു ക്യാരക്ടേഴ്സിന് ജീവൻ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ റാപ്പോ കറക്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനും ഇവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഭംഗിയാവുമ്പോഴാണ് സീൻ ഏറ്റവും ഭംഗിയാവുക, സിനിമയും ഭംഗിയാവുന്ന അതുപോലെ തന്നെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും തമ്മിലൊരു കെമിസ്ട്രി എല്ലാവരും തമ്മിലുണ്ടാവും. കാരണം നമ്മൾ ഈ സിനിമ നന്നാക്കാൻ വേണ്ടി ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളല്ലേ. ആണല്ലേ? അപ്പൊ അത് അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് മാത്രം പറഞ്ഞില്ല. സനോജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, അപ്പൊ സനോജിന്റെയും ഷൈനിയുടെയും നല്ലൊരു കെമിസ്ട്രി നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും ഉറപ്പായിട്ടും. ഓക്കെ, ഇനി ഇവിടോട്ട് കാണുമ്പോഴേ എനിക്ക് എന്താ ചോദിക്കണോ പറയുമ്പോ ആണല്ലേ? അപ്പൊ ചേട്ടൻ എന്ത് പറയോ? ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്, പേരെന്താണ്? ആദ്യം പറയാനെന്ന് പറഞ്ഞാൽ ഈ കലംബാസുര ദർശനം ഏപ്രിൽ 26-ന് തിയേറ്ററിൽ. അതുമാത്രം ഇതിന് പ്രത്യേകത ഇലക്ഷൻ ഉള്ള ദിവസമാണ് ഇത് റിലീസാവുന്നത്. അതിന് പ്രധാനപ്പെട്ടത് 26-ന് ഇലക്ഷനുമാണ്. ഇപ്പൊ ഇലക്ഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് പറയാം. പ്രേംലാൽ സംവിധാനം ചെയ്ത് സജീവ് പാഴൂർ തിരക്കഥ എഴുതിയിട്ടുള്ളൊരു സിനിമ പഞ്ചവത്സര പദ്ധതി. അതിൽ എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിളിക്കേണ്ട ബാലൻ ചേട്ടാണ്. റിസോർട്ട് മാനേജറാണ്. ആ ഓണർ തന്നെ. ഇല്ല, ഓണറാണ്. അതെ അതെ, കണ്ടുപഠിച്ചു. അപ്പം എങ്ങനെ നിങ്ങൾ ത്രൂ ഔട്ട് മൂവിയിലുണ്ടോ ചേട്ടൻ, അതോ പോസ്റ്ററിൽ മാത്രമേ ഉള്ളൂ? ഒന്ന് കിടന്നോട്ടല്ലേ? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? സുഹൃത്ത് ബന്ധം അങ്ങനെയുള്ള നല്ല നമ്മുടെ സ്വന്തമായ റിസോർട്ടിൽ ഒരാള്, പിന്നെ ആ നാട്ടിലൊരു സുന്ദരനും സുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരൻ. ചെറുപ്പക്കാരൻ വന്നപ്പോഴേ തൊട്ട് എനിക്ക് പണിയുണ്ട് ആലോചിച്ചോണ്ടിരിക്കുക. ചേട്ടാ, ഇതിനകത്ത് ചേട്ടന്റെ ലാംഗ്വേജ് കണ്ണൂർ സ്ലാങ് തന്നെ ആണോ? അത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അതെ. മാറ്റി പിടിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് കാസർഗോഡ് സ്ലാങ് വരുവാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രേമേട്ടനും കറക്റ്റ് ചെയ്ത് നമ്മൾ അതൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. സിനിമ കണ്ടിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ,